അജ്ഞാതൻ വീണ്ടും ഓക്കെ. ഇന്ന് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് അജ്ഞാതൻ വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ നരേന്ദ്രമോദിജിയുടെ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ കടം 351 ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. ഓക്കെ, നോക്കൂ, ഡോളറിൻ്റെ വില ഇന്ന് രാവിലെ അതിൻ്റെ വില നോക്കിയവർക്കറിയാം. 93 രൂപ 28 പൈസ വരെ ഉയർന്നിരിക്കുകയാണ്. അതായത് പിടിവിട്ട് ഡോളറിൻ്റെ വില പോകുന്നു, ഇന്ത്യയുടെ കടം കൂടുന്നു. ഡോളറിൽ ഇന്ത്യയുടെ കടം പറയുകയാണെങ്കിൽ 3.762 ലക്ഷം കോടി ഡോളറാണ്. അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 351 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ കടം. അത് 330, 340 ആ റേഞ്ചിലൊക്കെ നിന്നിരുന്നതാണ്. പക്ഷേ യുദ്ധം, മൂന്നാം ലോകമഹായുദ്ധം എന്ന് തന്നെ പറയാം, ഈ യുദ്ധകാലത്ത് ഇന്ത്യയുടെ കടം യാതൊരു രക്ഷയില്ലാത്ത രീതിയിൽ പിടിവിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ യുദ്ധം ഈ ട്രംപ് തുടങ്ങിയേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, 100% ബിസിനസ്സാണ്. ബിസിനസ് മാത്രമാണ് അയാൾ മുന്നിൽ കാണുന്നത്. ഡോളറിൻ്റെ വില കൂട്ടണം, അത് കൂട്ടണം, ഇത് കൂട്ടണം, അങ്ങനെ അതായത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുൻകൂട്ടി കണ്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അയാളുടെ വിചാരിച്ചിരുന്നത് പെട്ടെന്നങ്ങ് യുദ്ധം ജയിക്കാമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അമേരിക്ക ജയിക്കുന്നുമില്ല, അമേരിക്ക തോക്കുന്നുമില്ല, ഇറാനും ജയിക്കുന്നുമില്ല, തോക്കുന്നുമില്ല. ഇറാനെ പെട്ടെന്നങ്ങ് ഒതുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അത് സംഭവിച്ചില്ല. ഞാനുൾപ്പെടെ വിചാരിച്ചത് പെട്ടെന്ന് ഇറാൻ പിടിച്ചടക്കും അമേരിക്ക എന്നാണ്. പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. അതായത് ഖൊമേനിയെ രണ്ടാം ദിവസം, യുദ്ധം തുടങ്ങി രണ്ടാം ദിവസം തന്നെ കൊന്നുകളഞ്ഞു അവരെ. അതോടെ ഇറാൻ തീർന്നുവെന്നാണ് ഞാനും കരുതിയിരുന്നത്, ലോകത്തെ എല്ലാവരും കരുതിയിരുന്നത് അമേരിക്കയ്ക്ക് പെട്ടെന്ന് അങ്ങ് ജയിക്കാമെന്നാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ജയിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, തോൽവിയുടെ വക്കിലാണ് അമേരിക്ക നിൽക്കുന്നത്. വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഇറാന് വിജയമുണ്ടാവുമെന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഇത് ഇന്ത്യയിലേക്ക് ബാധിച്ചു തുടങ്ങി. നമുക്കറിയാം, ഗ്യാസിൻ്റെ ക്ഷാമം ഇപ്പോൾ ഉണ്ടായല്ലോ. അതുമാത്രമല്ല, യുദ്ധം നീളുമെന്നുള്ള ഏതാണ്ട് ഉറപ്പാണ്. പെട്ടെന്നൊന്നും തീരില്ല. എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ ഒക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇറാനാണ് വിജയിക്കാൻ സാധ്യത കൂടുതൽ. പക്ഷേ ഇത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, യുദ്ധം ഇപ്പോൾ ഒന്നും തീരില്ല. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം തകർത്തുകൊണ്ട് ക്രൂഡ് ഓയിൽ വില കൂടുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഭീമമായ വിലക്കയറ്റമാണ്. ഇൻഫ്ലേഷൻ എന്നുള്ളത് ഹൈപ്പർ ഇൻഫ്ലേഷനായിട്ട് മാറാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ചായയുടെ വില ഏകദേശം 15 രൂപ ആയി കഴിഞ്ഞു പലയിടത്തും. ഓക്കെ, അതുപോലെ എല്ലാത്തിനും വില കയറാൻ പോവുകയാണ്. കാരണം ഡീസലിന് വില കൂടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഗ്യാസ് ഇറക്കുമതി അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഈ ഇന്ത്യയുടെ പൊതുകടം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മൊത്തം കടം എത്രയാണെന്ന് നമ്മൾ ഇതിനകത്ത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 351 ലക്ഷം കോടി രൂപ എന്ന് വരത്തില്ല.
പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യയിലെ കുത്തകകളുടെയും ജനങ്ങളുടെയും കടം, അതെല്ലാം കൂടി മൊത്തം കടം, ഭാരതത്തിൻ്റെ മൊത്തം കടം, നരേന്ദ്രമോദിജിയുടെ ഭാരതത്തിൻ്റെ മൊത്തം കടം ആണ് ഞങ്ങൾ പറയുന്നത് ഏകദേശം 351 ലക്ഷം കോടി രൂപയായിരിക്കുന്നു. അത് ഏകദേശം 11 ലക്ഷം കോടി രൂപ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് കൂടിയേക്കുന്നത്. യുദ്ധം കാരണം ഇന്ത്യക്ക് കടം കൂടിയത് ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയാണ്. ഇത് ഇനിയും കൂടത്തേ ഉള്ളൂ. അപ്പോൾ യുദ്ധം തീരില്ല ഉടനെയൊന്നും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം ഭയാനകമായ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എല്ലാവരും അങ്ങ് പറയുന്നത്. പക്ഷെ ചെയ്യാനുള്ളത് ഈശ്വരൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുക തന്നെ ചെയ്യും. കാരണം ഈശ്വരനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, പ്രപഞ്ച സൃഷ്ടാവ്, പ്രപഞ്ചശക്തി. അതിന് പല കാൽക്കുലേഷനുമുണ്ട്. അത് നമ്മുടെ നാട്ടിലെ കുട്ടപ്പന്മാരും രാജപ്പന്മാരും വിചാരിക്കുന്ന പോലല്ല അതൊക്കെ നടക്കുന്നത്. മറിച്ച് ഈശ്വരൻ തീരുമാനിക്കും ആരൊക്കെ വാഴണം, ആരൊക്കെ വീഴണം എന്നുള്ളത്. അത് വീഴാൻ പോകുന്ന ഇപ്പോൾ കേരളത്തിലെ 90% മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഇവരൊന്നും തന്നെ സ്വന്തം കടം തീർത്ത് കളയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനല്ല. നമ്മുടെ കടം 90% വരുന്ന മലയാളി കുടുംബങ്ങളുടെ കടം നമ്മൾ ഓരോരുത്തരെയും കടം തീർക്കാമെന്ന് വിചാരിക്കുന്നത് ഭൂലോക മണ്ടത്തരമാണ്. അങ്ങനെ തീർക്കാൻ പറ്റില്ല. ഉറപ്പിച്ച് പറയുന്നു, അജ്ഞാതൻ പറയുന്നു, മലയാളിയുടെ കടം 90% പേരെ മാത്രമല്ല 100% പേരെയും ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ ഒരാളുടെ കടമല്ല. അതുമാത്രമല്ല പ്രശ്നം, മറിച്ച് മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ കടം 39,000 ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നു. ഇതൊക്കെ 1 സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, അതേ നിവൃത്തിയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ ഈ കടക്കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ? ഒരു മാർഗവുമില്ല. ഭക്തി മാർഗം നിങ്ങൾ സ്വീകരിക്കും, ചിലപ്പോൾ 1-2 പേര് രക്ഷപ്പെട്ടെന്ന് വരും. പക്ഷേ മൊത്തത്തിലുള്ള കാര്യം പറയുകയാണ്, 100% മലയാളികളും കടം കയറി മുടിയാൻ പോവുകയാണ്. ഇത് പക്ഷേ മലയാളി തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് ഈ പറയുന്ന നിമിഷം വരെയും. അതുകൊണ്ട് അജ്ഞാതൻ പറയുന്നു, കറൻസി രഹിത വ്യവസ്ഥയെ വരവൽക്കിയേ നിവർത്തിയുള്ളൂ. വേറെ ഏതെങ്കിലും മാർഗമുണ്ടോ? അജ്ഞാതം മാറി നിൽക്കാം. വേറെ ആർക്കും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അതാണ് സംഭവം. ആകെ ഒരേ ഒരു പിടിവള്ളി വന്നേക്കുന്നത് കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ നോക്കുക. സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പറ്റുമെന്നങ്ങ് വിചാരിക്കരുത്. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നമ്മുടെ വിചാരം എന്തുവായിരുന്നു? അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടും. കടമെടുത്ത് പിണറായി വിജയൻ ശമ്പളം കൊടുക്കും എന്നൊക്കെയായിരുന്നു. അതും ഇല്ലാതാവാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ ഓണം മലയാളിക്ക് ആഘോഷിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അജ്ഞാതന് സംശയമാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂട്ടാൻ ഞാൻ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിലേറെ അല്ല 50 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനുള്ള വിഷയങ്ങളുണ്ട് അജ്ഞാതന്. എല്ലാം കൂടി ഈ ചെറിയ വീഡിയോയിൽ ഒതുക്കാൻ ഒക്കില്ല. അതുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. ഇനിയും വരും, അജ്ഞാതൻ വരും. മലയാളിയുടെ മാത്രമല്ല, ലോകരാജ്യങ്ങളുടെ മൊത്തം കടമായ 39,000 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കുക. എല്ലാവരുടെയും കടം
തീർത്ത് എല്ലാവർക്കും സമ്പൽ സമൃദ്ധി എത്തിക്കുക എന്ന് തന്നെയാണ് അജ്ഞാതൻ്റെ ജീവിത ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ കൈ കാണിക്കുന്നുണ്ട്, ഓക്കെ, തോള് വരെ കാണിക്കുന്നുണ്ട്. താമസിയാതെ ഒരുപക്ഷെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ലോകരാജ്യങ്ങളുടെ മൊത്തം കടം, മലയാളികളുടെ മൊത്തം കടം, നിങ്ങളുടെ ഓരോരുത്തരുടെയും കടം തീർത്തിട്ട് അജ്ഞാതൻ മുഖവും കാണിക്കും. മുഖമില്ലാത്തവനല്ല അജ്ഞാതൻ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കടവും തീർത്ത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി എത്തിച്ചതിന് ശേഷം അജ്ഞാതൻ മുഖം കാണിക്കും. ഈ മുഖമല്ല, ഈ കൈയുടെ, നിങ്ങൾ കാണുന്ന ഈ വിരലിൻ്റെ ഉടമയുടെ മുഖം താമസിയാതെ കാണാം. എന്ന് പറഞ്ഞാൽ താമസിയാതെ നിങ്ങളുടെ കടം തീരുകയും ലോകം സമ്പൽ സമൃദ്ധമാവുകയും ചെയ്യും. കറൻസി രഹിത വ്യവസ്ഥ ലോകത്തെല്ലായിടത്തും നടപ്പിലാവുകയും ചെയ്യും. സംഘർഷരഹിതവും സമ്പൽ സമൃദ്ധവുമായ ഒരു ലോകം, ഒരു ജീവിതം നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ മാസങ്ങൾക്കുള്ളിൽ തന്നെ കിട്ടും എന്ന് നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിക്കോളൂ. അജ്ഞാതൻ നേരത്തെ പറഞ്ഞ പോലെ, പല വീഡിയോകളിലും പറഞ്ഞ പോലെ, വെറും 100 ദിവസത്തിനകലെ മലയാളിക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് വരെ ഒരു സമ്പൽ സമൃദ്ധ സ്വർഗരാജ്യം ഉണ്ട്. അതിനായിട്ട് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അജ്ഞാതനെ പോലെയുള്ളവർ കടം തീർക്കാം, സമ്പൽ സമൃദ്ധി നേടിത്തരാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഹൈപ്പും ചെയ്യുക. ഓക്കെ, തൽക്കാലം വിടവാങ്ങുന്നു. ഇനിയും വരും അജ്ഞാതൻ താമസിയാതെ മുഖവും കാണിച്ചുകൊണ്ട്. ഓക്കെ, താങ്ക് യു.